സെക്രട്ടറി എൻ ഗോപാലൻ, നമ്മുടെ എല്ലാവരുടെയും സ്ഥാനാർത്ഥിയായ വി കെ ബിമോൻ, റോയി, അല്ലേടൻ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇലക്ഷനുമായിട്ട് നമ്മുടെ ഓഫീസ് ഉദ്ഘാടനമാണ് ഇപ്പം നടന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ബൂത്തുകളിലും, എല്ലാ ബൂത്ത് പ്രസിഡന്റുമാരടക്കം നമ്മുടെ പ്രവർത്തകരടക്കം നല്ല രീതിയിലാണ് കാര്യങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. ഓരോ വീടുകളും നമ്മുടെ സ്ഥാനാർത്ഥിയുമായി കയറി ഇറങ്ങി എല്ലായിടത്തും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ സ്ഥാനാർത്ഥിയെ ഏറ്റവും ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ആ ദൗത്യമായിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തകരും, എല്ലാ സുഹൃത്തുക്കളും, നമ്മുടെ ഡിവിഷനിലുള്ള എല്ലാ ജനങ്ങളും ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് മിനിമോളെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ചില മീറ്റിംഗുകളിൽ മനസ്സറിഞ്ഞ് സന്തോഷത്തോടുകൂടി പങ്കെടുക്കുന്നു. ഉദ്ഘാടനങ്ങൾ, കൺവെൻഷന്റെ ഉദ്ഘാടനങ്ങൾ, ഓഫീസ് ഉദ്ഘാടനം, ഇതിലൊക്കെ പങ്കെടുക്കാറ്. അങ്ങനെ പങ്കെടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഐലൻഡിൽ ആന്റണി വിലീഖർ മത്സരിക്കുന്ന ഡിവിഷൻ, ഐലൻഡിൽ ആന്റണി വിലീഖറിന്റെ കൺവെൻഷൻ കേന്ദ്രങ്ങൾ യഥാർത്ഥത്തിൽ മട്ടാഞ്ചേരിയിൽ സമ്മേളനത്തിൽ ചെല്ലാമെന്ന് പറഞ്ഞിരിക്കെങ്കിലും ഞാൻ നോക്കിയപ്പോൾ മിനിമോളുടെ സംസ്ഥകൾ 7 മണിക്കാണ്. 6 മണി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 7 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും തെരഞ്ഞെടുപ്പായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ 6 മണിക്ക് തന്നെ കൃത്യമായി എത്തുന്നതാണ്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് മിനിമോൾ ജയിച്ച് കൗൺസിലറല്ല, അതിനപ്പുറത്തുള്ള സ്ഥാനത്തേക്ക് വരുന്ന ആളാണ് ഒഴിവുള്ളത്. മിനിമോള് ഏറ്റെടുത്തിട്ടുള്ള ദൗത്യങ്ങളെല്ലാം ഏത് ഡിവിഷനിൽ നിന്നാണ് മിനിമോള് ജയിച്ച് മിനിമോളുടെ പ്രവർത്തനങ്ങൾ വളരെ അടുക്കും ചിട്ടയോടും കൂടി നടത്തുന്നത്. ഒരുപാട് കാലമായി ഞാൻ മിനിമോളെ ആദ്യമായിട്ട് കൗൺസിലർ സ്ഥാനത്തേക്ക് നിർത്തുന്ന അന്നു മുതൽ, മിനിമോളെ എന്നാണോ കൗൺസിലർ സ്ഥാനത്തേക്ക് ഞാൻ നിർത്തിയത് അന്നു മുതൽ ഇന്നു വരെ മിനിമോളോടുള്ള എനിക്കുള്ള ഒരു സ്നേഹവും വാത്സല്യവും ഞാൻ എൻ്റെ ഒരു സഹോദരിയെ പോലെ തന്നെ കാണുന്ന ഒരു വ്യക്തിത്വമാണ്. വിദ്യാഭ്യാസ യോഗ്യത, പൊതുജന മധ്യത്തിൽ യാതൊരു വിധത്തിലുള്ള കളങ്കവും ഉണ്ടാക്കാത്ത ഒരു കൗൺസിലർ ഏത് ഡിവിഷനിൽ കൗൺസിലർ സ്ഥാനത്തേക്ക് നിന്നാലും ജയിച്ച് ആ കൗൺസിലറുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി. കഴിഞ്ഞ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി കഴിഞ്ഞാൽ ഒരു വർഷം ഇരിക്കാനായിട്ടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായപ്പോൾ മിനിമോളോട് പറഞ്ഞത്. മിനിമോൾ 9 മാസമായപ്പോൾ, സാധാരണ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോഴങ്ങനെയുള്ള ജനപ്രതിനിധികളൊക്കെ വളരെ കുറവാണ്. ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയും 2 മാസവും കൂടെ, പിന്നെ ഒരു 3 മാസവും കൂടെ, പിന്നെ ഒരു 5 മാസം, അങ്ങനെ പോകുന്ന ജനപ്രതിനിധികളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വർഷം എന്ന് പറഞ്ഞ് കാലാവധി കൊടുത്ത മിനിമോൾ 9 മാസമായപ്പോൾ താൻ ആ സ്ഥാനത്ത് രാജിവെച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് കത്ത് കൊടുത്ത ഒരു വളരെ അപൂർവങ്ങളായ വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥയാണ്. ഞാനത് എപ്പോഴും എല്ലായിടത്തും പറയുവാൻ കാരണം, മിനിമോളെ ഇവിടെ നിൽക്കുന്നതിന് പലരും മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് ഡിവിഷനുകളെ കുറിച്ച് ആലോചിച്ചു. ഞാൻ മിനിമോളോട് ചോദിച്ചു. മിനിമോള് പറഞ്ഞു, ഞാൻ ഇപ്പോൾ കൗൺസിലറായിരിക്കുന്ന ഡിവിഷൻ എനിക്ക് തന്നാൽ അവിടുത്തെ ജനങ്ങൾ പൂർണ്ണമായും എന്നോടൊപ്പം നിൽക്കും. ഞാൻ അവിടെ നിന്ന് ജയിച്ച് കൗൺസിലറാകും. കാരണം പരീക്ഷണത്തിന് വിടാൻ ഇത്തവണ മിനിമോളെ പരീക്ഷണത്തിന് വിടാൻ തയ്യാറല്ല. പരീക്ഷണത്തിന് വിടാൻ ഇത്തവണ തയ്യാറല്ല എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് മിനിമോളെ ഒരു പരീക്ഷണത്തിന് വിടാൻ പാടില്ല. ഉറച്ച സീറ്റിൽ മിനിമോളെ നിർത്തി ജയിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് 36-ാം ഡിവിഷൻ
36 നിന്ന് 33 ജയിച്ചിട്ടുണ്ട് മിനിമോൾ. അതല്ല ഇപ്പോഴത്തെ സിറ്റിംഗ് സീറ്റ് 33 എന്ന് പറയുന്ന ഡിവിഷൻ ഉറച്ച സീറ്റാണ്. നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും നിങ്ങൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വവും ഇവിടെ ഇരിക്കുന്നവര് ഡിവിഷൻ പ്രസിഡന്റ് റോയി, അതോടൊപ്പം തന്നെ പഴയ ആളാണ്. ഇവരെല്ലാവരും നിങ്ങളെല്ലാവരും പ്രായ വ്യത്യാസം കൂടാതെ നമ്മുടെ മിനിമോളെ കൗൺസിലറാക്കി തെരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് തരണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. രാഷ്ട്രീയമൊന്നും ഞാനിവിടെ പറയുന്നില്ല, കാരണം രാഷ്ട്രീയം പറയണ്ടേ. പക്ഷെ കൊച്ചി കോർപ്പറേഷന് വലിയ ബിൽഡിംഗ് പണിഞ്ഞത് കൊണ്ടിട്ട് പ്രശ്നം തീരുന്നില്ല. വലിയ ബിൽഡിംഗ് പണിഞ്ഞുകൊണ്ടിട്ട് പ്രശ്നം തീരുന്നില്ല. ഇവിടെ നായകളുടെ ശല്യം വർദ്ധിച്ചു വരുന്നു. സന്ധ്യ കഴിഞ്ഞാൽ കൊതുകിന്റെ ശല്യം വർദ്ധിച്ചു വരുന്നു. ഒറ്റ മഴയ്ക്ക് വെള്ളക്കെട്ട് വർദ്ധിച്ചു വരുന്നു. അടുക്കുകൾ റോഡിന്റെ സൈഡിൽ കൊണ്ടുവന്ന് കൂട്ടുവെക്കണം. അത് ഇവിടെ ഒന്നും കൊണ്ടുവയ്ക്കാത്ത ഇവരുടെയൊക്കെ കഴിവ്. ഇവര് ഡെയിലി രാവിലെയും വൈകുന്നേരവും വിളിച്ച് അഴുക്കെടുത്തോണ്ട് പോയോ വേസ്റ്റ് എടുത്തോണ്ട് പോയോ എന്ന് ചോദിച്ചിട്ടാണ് ഇവർ ആ പ്രവർത്തി. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ളത്. അല്ലാണ്ട് വല്ലാത്ത കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നാഷണൽ ഹൈവേയിൽ എന്ത് നടക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. നമ്മളുടെ പ്രശ്നം കൊതുകിന്റെ ശല്യത്തിന്റെ ദുർഭാഗ്യം. റോഡിൽ ഇറങ്ങിയ നായകളുടെ ശല്യം കൊണ്ട് നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകരുത്. ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടിലേക്ക് പോകുന്ന നഗരമായി മാറരുത്. അങ്ങനെയുള്ള നല്ല റോഡുകൾ, അങ്ങനെയുള്ള നിരവധി ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൗൺസിലർമാര് കോർപ്പറേഷന്റെ ഭരണം ഉണ്ടാകും. ആ ഭരണം ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞോടെ. ഞാനവിടെ കൗൺസിലർക്കുണ്ടായിരുന്നെങ്കിൽ ഭരണം പിടിച്ചേ. ഞാൻ ഒരു ഈക്വൽ വന്നിട്ട് തുല്യം വോട്ട് വന്നിട്ട് ആ എന്താ പറയുന്നത് നമ്മുടെ ഭാഗ്യം എന്നൊക്കെ പറയും, അതിന്റെ പേരിൽ തട്ടിപ്പോയത്. അല്ലെങ്കിൽ അതിനകത്തുണ്ടായിരുന്നെങ്കിൽ അത് മാറി. പക്ഷെ അങ്ങനെ ഭരിച്ചിട്ട് കാര്യമില്ല. ഭൂരിപക്ഷമില്ലാതെ തുല്യം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഭരണം നടത്തുക എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് പ്രശ്നം നമ്മുടെ മുഴുവൻ കാര്യങ്ങൾക്കും ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അതിന് പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഞാൻ പറയുന്നു, അതിന് മിനിമോൾ പ്രാപ്തയാണ്. മിനിമോൾക്ക് സാധിക്കും. മിനിമോള് അത്തരം കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ വളരെ കൃത്യമാണ്. സത്യസന്ധതയുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പാർട്ടി പറയുന്നതനുസരിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ട് യദീവേന്ദ്രൻ എന്നോട് പറഞ്ഞാൽ ഇത്രയും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തി, ഒരു വനിത പിടിച്ചിട്ട് എന്റെ കൺമുന്നിൽ വന്നിട്ടില്ല. അത്രയേറെ വിശ്വസ്തതയും അത്രയേറെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു വല്ലാത്ത മനസ്സിന്റെ ഉടമസ്ഥയാണ് മിനിമോള് എന്ന് എന്നോട് സംസ്ഥാന പ്രസിഡന്റ് രവി മേത്തൻ MP എന്നോട് കഴിഞ്ഞ ദിവസം പേഴ്സണൽ വ്യക്തിപരമായിട്ട് ഞാനത് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. മിനിമോള് ഈ ഓഫീസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഓഫീസ് ഉദ്ഘാടനമൊക്കെ ഔപചാരികമായി നടത്തുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഇവിടെ ഇരുന്നിട്ടൊന്നും അല്ലല്ലോ. രാത്രിയാകുമ്പോൾ ഒന്ന് എല്ലാം കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യം എത്ര കൊണ്ട് 51% പോളിംഗാണ് നടന്നത്. ഇത്തവണ അതുപോലെ നമുക്കൊരു 60%, 60-ന് മേലെ വരുമോ എന്ന് നോക്കണം. പോളിംഗ് ശതമാനം കൂട്ടി. മിനിമോളുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ കൂട്ടി. ഈ ഓഫീസിന്റെ പ്രവർത്തനവും ജനങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനവും ഏകോപിപ്പിച്ച് മിനിമോളെ കൈപ്പത്തിയുടെ അടയാളത്തിൽ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് നിങ്ങളുടെ എല്ലാ പ്രവർത്തനവും മിനിമോൾക്കുണ്ടാകണം, പാർട്ടിക്കുണ്ടാകണം, ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടാകണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ചെറിയ വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് ഈ ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും മിനിമോൾക്ക് എല്ലാ വിജയാശംസകളും മിനിമോളോടൊപ്പം നിൽക്കുന്ന നിങ്ങൾക്കെല്ലാം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വരുന്ന 9-ാം തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടക്കുകയാണ്. നമ്മുടെ ഈ ഡിവിഷനിൽ വീണ്ടും ഒരു അവസരം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് DCC നേതൃത്വം നൽകിയ അവസരമാണ്. ഇവിടെ വേണ്ടി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയേറെ ചർച്ചകൾക്കും
എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതിന് 2-3 ദിവസമൊക്കെ എടുത്തിട്ടാണ് ഈ ഡിവിഷനിൽ സ്ഥാനാർത്ഥിത്വം വീണ്ടും ഒരു ജനറൽ സീറ്റിലേക്ക് തന്നെ പരിഗണിച്ചത്. അതിനുള്ള നന്ദി നേതൃത്വത്തോട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതിനേക്കാൾ വലിയായിട്ട് ഇവിടെ ഈ ഡിവിഷനിലെ ഓരോ പ്രവർത്തകരും, ഓരോ എൻ്റെ സഹപ്രവർത്തകരും എനിക്കൊപ്പം നിന്നുകൊണ്ട് എൻ്റെ വിജയത്തിന് വേണ്ടി ഞാൻ പങ്കില്ലാതെ കഷ്ടപ്പെടുന്നത് നമ്മൾ ഒരുമിച്ച് എൻ്റെ ഒപ്പം നിൽക്കുകയാണ്. അതിനൊരു വില ഉണ്ടാവണമെങ്കിൽ, അതൊരു നേട്ടം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ എലക്ഷൻ നമ്മൾ നല്ല രീതിയിൽ വിജയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി ഡിവിഷൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ കാര്യങ്ങളിൽ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ കാര്യങ്ങളിൽ ഡിവിഷൻ ഭദ്രമാണ് എന്ന് നമുക്ക് തെളിയിക്കുന്നു. തീർച്ചയായും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ ഡിവിഷന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നിങ്ങൾ ആവശ്യപ്പെട്ട രീതിയിൽ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. തുടർന്നും നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിനൊപ്പമല്ല മെട്രോ നഗരമായി വളർത്തുകൊണ്ടിരിക്കുന്ന കൊച്ചിയുടെ വികസനത്തിനനുസരിച്ച് പാലാരിവട്ടം ഡിവിഷനിൽ നിന്ന് പുനഃനാമകരണം ചെയ്യപ്പെട്ട മാമംഗലം ഡിവിഷന്റെ പ്രതിനിധിയായി ഇരുന്നുകൊണ്ട് ഈ ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനും നമുക്ക് സാധിക്കും. ആ ഒരു വിജയം നമ്മുടെ വിജയമായി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും എനിക്കൊപ്പം നിന്നുകൊണ്ട് എൻ്റെ വിജയത്തിനായിട്ട് അതിനൊപ്പം ഉണ്ടാകാൻ ഞാൻ പൂർണ്ണമായും ഐക്യരായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസർ നമുക്ക് വിട്ടുതന്ന ഡെന്നിസേട്ടൻ ഞാൻ നിങ്ങളോട് വെറുതെ സൂചിപ്പിച്ചതാണ്. ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച അന്ന് രാവിലെ തന്നെ എന്നെ വിളിച്ചിട്ട് ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസായി ഈ ഓഫീസ് തന്നെ ഉപയോഗിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എടുത്ത് ഈ ഓഫീസ് എടുത്തോളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. അത്ര സ്നേഹത്തോടു കൂടിയാണ് സ്നേഹം, ആ ഒരു സന്തോഷം നമ്മളൊപ്പം പങ്കുവച്ചിട്ടുള്ളത്. ആ ഒരു സപ്പോർട്ട് ജനങ്ങളുടെ ഇടയിൽ നമ്മളിപ്പോൾ ഓരോ ദിവസം വീടുകൾ കയറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് കൂടി ഈ വിഷയം നമുക്ക് വിജയിച്ചു വരാൻ സാധിക്കണം. ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നിലുണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് ആ തെറ്റുകൾ തിരുത്തുന്നതിനും നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ ഒപ്പം നിങ്ങളിൽ ഒരാളായി എന്നെ കാണണമെന്ന് കൂടി ഒന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡിസംബർ മാസം 9-ാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കൊച്ചിൻ കോർപ്പറേഷന്റെ 33-ാം ഡിവിഷനിൽ അഡ്വക്കേറ്റ് മിനിമോൾ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുള്ളതാണ്. പാർട്ടി വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഈ സ്ഥാനം മിനിമോളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതൊരു ജനറൽ സീറ്റാണ്. പക്ഷേ വനിതകൾ മേയറായി വരുന്നതായ ഒരു പ്രത്യേക സമയമാണിത്. അപ്പം വനിതകൾ മേയറായി വരുന്ന സമയത്ത് ജനറൽ സീറ്റിലാണെങ്കിലും ശരി, പ്രമുഖരായിട്ടുള്ള വനിതകളെ നിർത്തി ജയിപ്പിക്കണമെന്ന് പാർട്ടി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് മിനിമോളെ 33, ഇപ്പം സിറ്റിംഗ് സീറ്റായ 33-ൽ തന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ തീരുമാനിച്ചു. മിനിമോൾക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യണം എന്ന് ജനങ്ങളോട് പറയുന്ന ഒരു കേന്ദ്രമാണ് ഇന്നത്തെ ഈ ഓഫീസിന്റെ ഉദ്ഘാടനത്തിൽ നടന്നത്. ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം കൃത്യമായി യാതൊരു വിധത്തിലുള്ള ഭയപ്പാടോ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടോ ഇല്ലാതെ പൂർണ്ണമാക്കി നടപ്പിലാക്കുന്നതിന് മിനിമോൾക്കുള്ള അനിതര സാധാരണമായ ഒരു കഴിവ് ഞാനത് നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ 33-ാം ഡിവിഷനിലെ ജനങ്ങൾക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. തീർച്ചയായും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വനിതകൾ നേതൃത്വം കൊടുക്കുന്ന ഇത്തവണത്തെ കൗൺസിലിനകത്ത് മിനിമോളുടെ സാന്നിധ്യം ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഉറച്ച ഒരു സീറ്റിൽ മിനിമോൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 15-10 വർഷക്കാലവും മിനിമോള് ഇവിടെ സ്ഥാനാർത്ഥിയായി നിന്നിട്ടുള്ള സമയത്തും തൊട്ടടുത്ത ഡിവിഷനുകളിൽ നിന്നിട്ടുള്ള സമയത്തും ഒരു പരാതിയും മിനിമോളുടെ പേരിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അനുകൂലമായ മിനിമോളുടെ പ്രവർത്തനത്തിന്റെ ഒരു റിസൾട്ട്. അപ്പൊ ഇപ്പോഴും ആർക്കും പരാതി പറയാനായിട്ടില്ല. കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുകയും ആ അന്വേഷിക്കുന്ന കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിനും മിനിമോൾ തയ്യാറായി രംഗത്ത് വരും.
മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് അഡ്വക്കേറ്റ് മിനിമോളുടെ ഒരു സ്വഭാവം. ആ സ്വഭാവം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിനിമോളിൽ വിശ്വാസം അർപ്പിക്കുകയും ആ വിശ്വാസം ഈ ഡിവിഷനിലെ മുഴുവൻ ജനങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും അഡ്വക്കേറ്റ് മിനിമോളെ 33-ാം ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുത്ത് കൊച്ചിൻ കോർപ്പറേഷന്റെ കൗൺസിലിന്റെ നേതൃത്വത്തിലേക്ക് അയക്കുന്നതിന് എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് നിൽക്കണമെന്നും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ ഏർപ്പെടണമെന്നും വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.